പുതിയതായിട്ടൊക്കെ ബിസിനസ് തുടങ്ങുന്ന ആളുകൾ, തുടങ്ങിയ ആളുകൾ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിനോടുള്ള ഒരു ഗോൾഡൻ അഡ്വൈസ്, ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ നിന്നൊരു കാര്യം പറയാനുള്ളത്, ക്ലയൻറ്റ്സ് ഡോണ്ട് പേ ഫോർ എക്സ്പീരിയൻസ്, ദേ പേ ഫോർ കോൺഫിഡൻസ്. അതായത് നമ്മൾ പലപ്പോഴും ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, നമുക്ക് ആദ്യത്തെ ഒരു ക്ലയൻറ്റിനെ കിട്ടുക, ഇനീഷ്യൽ കാലഘട്ടം കടന്നു പോകുക എന്ന് പറയുന്ന ഏത് സംരംഭകനും ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള പീരീഡാണ്. ഈ സമയത്ത് നമുക്ക് ഏറ്റവും മുതൽക്കൂട്ടായിട്ട് വേണ്ട ഒരു കാര്യം കോൺഫിഡൻസ് തന്നെയാണ്. അതായത് നമ്മൾ പലപ്പോഴും ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവർ നമ്മുടെ എക്സ്പീരിയൻസ് ചോദിക്കും. പക്ഷേ 100 തവണ ചെയ്ത ആൾക്കുള്ള ആ ഒരു എക്സ്പീരിയൻസ് പോലെ നമുക്ക് അവരുടെ മുമ്പിൽ പ്രകടമാകാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മുടെ കോൺഫിഡൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ആ കോൺഫിഡൻസ് ഉണ്ട് എങ്കിൽ പലപ്പോഴും ആളുകൾ പിന്നെ പ്രൂഫിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എക്സ്പീരിയൻസ് ഇല്ലല്ലോ എന്ന് ചോദിക്കുന്ന അവസ്ഥ വരില്ല. അതായത് ക്ലയൻറ്റിന് ഒരു ക്ലാരിറ്റി കിട്ടാതെ വരുമ്പോൾ, ഒരു ധൈര്യം കിട്ടാതെ വരുമ്പോഴൊക്കെയാണ് ഈ എക്സ്പീരിയൻസ് കൂടുതലായി ചോദിക്കുന്നത്. അപ്പോൾ എക്സ്പീരിയൻസിനേക്കാൾ അപ്പുറത്ത് കോൺഫിഡൻസ് ആണ് ആളുകൾ ബൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം നമുക്ക് എല്ലാം അറിയാമെന്നുള്ള ഭാവത്തിൽ നുണ പറയുക അല്ലെങ്കിൽ അങ്ങനെ അഭിനയിക്കുക എന്നുള്ളതല്ല. ആ കോൺഫിഡൻസ് നേടിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് ഇന്നിവിടെ സംസാരിക്കുന്നത്. ഒരു 4 കാര്യങ്ങൾ നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും പൊട്ടൻഷ്യൽ കസ്റ്റമറിലേക്ക് റീച്ച് ചെയ്യാനും വളരെയധികം സഹായിക്കും. ഒന്നാമത്തെ കാര്യം, ലിസൺ ബിഫോർ യു സെൽ. എന്ത് വിൽക്കാനായിട്ട് ഇറങ്ങുമ്പോഴും അതിന് മുമ്പായിട്ട് കസ്റ്റമറെ ഒന്ന് നന്നായി ശ്രദ്ധിക്കുക. അതിന് പറ്റുന്ന നല്ല ചോദ്യങ്ങൾ അവരോട് ചോദിക്കുക. അവരുടെ ആവശ്യങ്ങളെ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. തിരിച്ചറിഞ്ഞിട്ട് പ്രൊഡക്റ്റ് പിച്ച് ചെയ്യാൻ നോക്കുക. കീപ് യുവർ മെസ്സേജ് സിമ്പിൾ. നമ്മൾ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് വളരെ സിമ്പിളായിട്ട് അവരിലേക്ക് എത്തിക്കാൻ നോക്കുക. അതായത് എന്ത് പ്രോബ്ലമാണ് കസ്റ്റമറുടെ നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്നത്, അതിന് വലിയ ജാർഗൺസ് ഒന്നും വെക്കാതെ വളരെ സിമ്പിളായി അവതരിപ്പിക്കാൻ നോക്കുക. പിന്നെ ഷെയർ പ്രൂഫ് വെൻ യു ഹാവ് ഇറ്റ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ അത്തരം കാര്യങ്ങൾ ചെയ്ത പരിചയങ്ങൾ, ചിലപ്പോൾ മുന്നേ ജോലി ചെയ്തപ്പോഴായിരിക്കും അത്തരം സാഹചര്യങ്ങൾ ഡീൽ ചെയ്ത് പരിചയം ഉണ്ടെങ്കിൽ ആ പ്രൂഫുകൾ പലപ്പോഴും കസ്റ്റമർ റിവ്യൂസ് ആവാം, കേസ് സ്റ്റഡീസ് ആവാം, ചില റിസൾട്ടുകൾ നമ്മൾ കാണിച്ചു കൊടുക്കുന്നതായിരിക്കാം. ഇത് നമ്മുടെ പ്രോമിസിനേക്കാൾ വേഗതയിൽ ക്ലയൻറ്റിന് കൺവിൻസ്ഡ് ആവും. ദെൻ ബി ഹോണസ്റ്റ് അബൌട്ട് വാട്ട് യു ക്യാൻ ഡെലിവർ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പറയുക, ഓവർ പ്രോമിസ് കൊടുക്കാതിരിക്കുക, അവിടെ ഹോണസ്റ്റ് ആവുക. കാരണം നമുക്ക് ഇതായിരിക്കും നാളെ ഒരു സോറി പറഞ്ഞ് വീണ്ടും വീണ്ടും റീബിൽഡ് ചെയ്യുന്നതിനേക്കാളൊക്കെ ഈസിയറായിട്ടൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഏത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫൗണ്ടറും ഒരു ബിഗിനർ തന്നെയായിരുന്നു. തുടക്ക കാലഘട്ടത്തിൽ അവർ നന്നായി പ്രിപ്പയർഡായിട്ടും റിലയബിളായിട്ടും കസ്റ്റമറുമായിട്ട് നന്നായി വർക്ക് ചെയ്യാനുള്ള ഒരു ഈസിനെസ്സും ഒക്കെ കണ്ടെത്തി തന്നെയാണ് വളർന്നതെന്ന് മനസ്സിലാക്കുക. തുടക്കം ബുദ്ധിമുട്ട് തന്നെയാണ്, പക്ഷേ കോൺഫിഡൻസ് ആയിരിക്കും നമുക്ക് പല ഡോറും ഓപ്പൺ ആക്കി തരുന്നത്. പിന്നെ ആ കിട്ടിയ അവസരത്തിൽ ഡൂയിങ് ഗ്രേറ്റ് വർക്കായിരിക്കും എന്നും ആ ഡോറ് നമുക്ക് ഓപ്പൺ ആക്കി ഇട്ട് തരുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക. താങ്ക് യു.